നമുക്കൊരു യാത്ര ചെയ്യാം ഫ്രം ശശാങ്കാസന ടു ഭുജംഗാസന. ഈ യാത്രയിൽ നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. നിങ്ങളുടെ ബോഡിയിലും നിങ്ങൾക്ക് സ്പിരിച്വലായിട്ടും ഹെൽത്ത് പരമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവാനുണ്ട്. ഓൾട്ടർനേറ്റീവായിട്ട് ഈ രണ്ട് ആസനാസ് പ്രാക്ടീസ് ചെയ്യുന്നതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഫസ്റ്റ്, പോസ്റ്റ് നേറ്റൽ റിക്കവറിക്ക് ഇത് ഭയങ്കര ബെനിഫിഷ്യലാണ്. ഇത് നമ്മുടെ അടിവയറ് കുറയ്ക്കാനും അതേപോലെ പെൽവിക് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ ഭയങ്കര ബെനിഫിഷ്യലാണ്. നമ്മുടെ ഇൻറ്റർണൽ ഓർഗൻസ് ഉണ്ടല്ലോ, വയറ് സംബന്ധമായിട്ടുള്ള ഇൻറ്റർണൽ ഓർഗൻസ്, ലിവർ തൊട്ടുള്ള എല്ലാ ഓർഗൻസിനും ഭയങ്കര ബെനിഫിഷ്യലാണിത്. മെയിൽ ആൻഡ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ് തൊട്ട് നമ്മുടെ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എല്ലാത്തിനും വളരെ നല്ലതാണ്. നമ്മുടെ ബാക്ക് മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ നല്ലതാണ്. പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പം കൈയുടെ പൊസിഷൻ മാറ്റാൻ പാടില്ല. ചില ആൾക്കാർക്ക് അടിവയറ് ഉണ്ടാവുമല്ലോ, അതൊക്കെ കുറയ്ക്കാനൊക്കെ ഭയങ്കര ബെനിഫിഷ്യലാണ് ഈ രണ്ട് ആസന ഓൾട്ടർനേറ്റീവായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർ, സ്ലിപ്ഡ് ഡിസ്ക് ഉള്ളവർ, അതേപോലെ ബാക്കിൽ പ്രശ്നങ്ങളുള്ളവർ, അൾസർ, ഹർണിയ, ഇൻറ്റസ്റ്റൈനൽ ഇഷ്യൂസ് ഉള്ളവരൊന്നും ഇത് പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. ഈ രണ്ട് ആസനാസ് പ്രാക്ടീസ് ചെയ്യുമ്പം ഭുജംഗാസനത്തിൽ വരുമ്പം ഹാർട്ട് സെൻറ്ററിലും അതേപോലെ തന്നെ ശശാങ്കാസനത്തിൽ വരുമ്പം നമ്മുടെ സ്വാധിഷ്ഠാനയിലോട്ട് ശ്രദ്ധ വെക്കുക. പിന്നെ നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്ന ബാലാസനാണ്. നമ്മുടെ കാല് രണ്ടും മാറ്റ് ഡിസ്റ്റൻസ് അപ്പാർട്ട് തുറക്കുക. മീൻസ് വജ്രാസനത്തിലിരുന്നിട്ട് മാറ്റ് ഡിസ്റ്റൻസ് അപ്പാർട്ട് നമ്മുടെ ടോസ് തമ്മിൽ കൂട്ടിമുട്ടണം. ഓക്കെ, എന്നിട്ട് റിലാക്സ് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് നെറ്റി താഴെ മുട്ടിക്കുക. കൈ രണ്ടും മുന്നിലോട്ട് ഇങ്ങനെ ഞാൻ വെച്ചേക്കുന്ന പോലെ സ്പ്രെഡ് ചെയ്യുക. ഈ ഒരു സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഡീപ്പ് ഇൻഹെയിൽ എക്സെയിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ലങ്സ് നല്ല ഓപ്പൺ ആണ്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നല്ലതായിട്ട് യൂസ് ചെയ്യുക. ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ, റിലാക്സ് ആൻഡ് ശ്വാസം എടുത്തുകൊണ്ട് മേലോട്ട് വരിക.